نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الإنسان ما غرك بربك الكريم സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ സുഹൃത്തുക്കളെ അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചും ചെരുപ്പിന്റെ വാതിനേക്കാൾ സമീപത്തുള്ള മരണത്തെ പറ്റി ഓർത്തു. മരണശേഷം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും കണക്കാക്കിയിട്ടുള്ള 6 അടി മണ്ണിന്റെ അടിയിലെ ഒറ്റപ്പെട്ട ഇരുട്ട് നിറഞ്ഞ ജീവിതത്തെ പറ്റി ചിന്തിച്ചു. ഉടുതുണിയില്ലാതെ നഗ്നപാതരായി, പുരുഷന്മാരാണെങ്കിൽ ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ജീവിതത്തിന്റെ കണക്ക് പറയേണ്ടവരാണ് നമ്മൾ എന്ന ബോധം നിലനിർത്തിയുമൊക്കെ പരമാവധി കഴിവിന്റെ പരമാവധി തഖ്വയുള്ള, സൂക്ഷ്മതയുള്ള, ഭക്തിയുള്ള ആളുകളായി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുവാൻ കഠിനമായി പരിശ്രമിക്കുകയും അതിനുള്ള തൗഫീഖിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളുടെ എല്ലാം ഒരു കൂടെപ്പിറപ്പ് എന്ന നിലക്ക് എന്നെയും നിങ്ങളെയും ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹുവേ, നിന്റെ അതിമഹത്തായ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും നിന്നിൽ തഖ്വയുള്ളവരായി ജീവിച്ച് അങ്ങനെ തന്നെ മരിച്ച് മുത്തഖീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകുമാറാകണമേ. സഹോദരന്മാരെ, പരിശുദ്ധ റമളാൻ നമ്മുടെ പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ്. നമ്മുടെ ഖതീബ് സാഹിബ് ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച വിഷയം പറയാൻ ആരംഭിച്ചിട്ടുണ്ടാവും. ഇനി റമളാന്റെ മുമ്പ് ഒരു വെള്ളിയാഴ്ച കൂടെ അദ്ദേഹത്തിന് നമ്മൾ അതിന് അനുവാദം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് റമളാനെ സംബന്ധിച്ചല്ല എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നത് വ്യത്യസ്ത രൂപത്തിലാണ്. ചില സ്ഥലത്ത് ഖുർആൻ ഉപദേശിക്കും. മൗഇദത്ത്, ഉപദേശം എന്ന് ഖുർആൻ ഒരു പേര് കണ്ടു. യാ അയ്യുഹന്നാസ്
നിങ്ങൾ റബ്ബിൽ നിന്നുള്ള ഉപദേശം ഇതാ വന്നിരിക്കുന്നു. ഖുർആൻ ചിലപ്പം ഉപദേശിക്കും, യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹന്നാസ് എന്നൊക്കെ വിളിച്ചിട്ട്. ചിലപ്പോ മുന്നറിയിപ്പാണ്, ചെയ്യാൻ പാടില്ല, നരകം ഉണ്ടാവും, ശിക്ഷ ഉണ്ടാവും. ചിലപ്പോ വാഗ്ദാനങ്ങളാണ്, ഇന്നത് ചെയ്താൽ ഇന്ന നന്മ കിട്ടും, സ്വർഗം കിട്ടും, മഹഫറത്ത് കിട്ടും. ചിലപ്പോ ചില പ്രസ്താവനകളാണ്, പരലോകത്ത് അല്ലാഹു നടത്താൻ പോകുന്ന പ്രസ്താവനകൾ. ചിലപ്പോ ഉദാഹരണങ്ങളാണ്, മസലുഹും കമസലില്ലദി ഇസ്തൗഖദ നാറ, അത് തീ കത്തിച്ച ഒരു വിഭാഗം ആളുകളെ പോലെയാണ്. പഠിപ്പിക്കാൻ വേണ്ടി ഉപദേശം പറയും, ഉദാഹരണങ്ങൾ പറയും. അതിൽപ്പെട്ട ഒന്നാണ് ചോദ്യം, മനുഷ്യന്റെ മനസ്സിനെ പിടിച്ച് കുലുക്കുന്ന ചോദ്യം. ചരിത്രം പറയും ഖുർആൻ. ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചത് സൂറത്ത് ഇൻഫിത്താറിലെ അതിമൂർത്തമായ ഒരു ചോദ്യമാണ്. എല്ലാ മനുഷ്യരോടും അള്ളാഹു ചോദിക്കുന്ന ചോദ്യം, യാ അയ്യുഹൽ ഇൻസാൻ, ഹേ മനുഷ്യ, മാ ഗറക ബിറബ്ബിക്കൽ കരീം, അത്യുദാരനായ റബ്ബിന്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്ത്? എന്തായി ചോദിക്കുന്നതിന് അർത്ഥം അറിയോ? 10-80 കൊല്ലക്കാലം ജീവിച്ചിരിക്കാൻ അല്ലാഹു അവസരം നൽകി. 10-60 വയസ്സ് വരെ ആരോഗ്യം നൽകി, പൂർണ്ണമായി അറിവ് നൽകി, സമ്പത്ത് നൽകി, പള്ളികൾ നൽകി, കുടുംബം നൽകി, അവസരങ്ങൾ നൽകി, റമദാനുകൾ നൽകി, ലൈലത്തുൽ ഖദ്ർ കിട്ടി, ജുമുഅ ദിവസം ഉണ്ടായി. ഇതൊക്കെ അല്ലാഹുവിൽ രക്ഷപ്പെടാൻ നമ്മൾക്ക് അല്ലാഹു നൽകിയ അവസരങ്ങളായിരുന്നു. ഇതൊക്കെ നിനക്ക് ലഭിച്ചിരുന്നില്ലേ? എന്നിട്ട് എന്തേ അത്യുദാരനായ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് നിനക്ക് കടന്നു കയറാൻ കഴിയാതെ പോയത്? എത്ര കഷ്ടമാണ് ആ ചോദ്യം. ആയുസ്, ആരോഗ്യം, സമയം, സമ്പത്ത്, അറിവനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ, ഈ 6 സ്വർഗം നേടാനും നരകമോചനം സമ്പാദിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കൂടിയോ കുറഞ്ഞോ അളവിൽ അള്ളാഹു നൽകിയിട്ടുള്ളത്. ആ അനുഗ്രഹങ്ങൾ നൽകിയ നമ്മൾ അത് ഉപയോഗപ്പെടുത്തി സ്വർഗത്തെത്താൻ കഴിയാതെ നരകപാതയിൽ കിതച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ ചോദ്യം, മാ ഗറക ബിറബ്ബിക്കൽ കരീം, നിന്നെ അത്യുദാരനായ റബ്ബിന്റെ വിഷയത്തിൽ വഞ്ചിച്ചു കളഞ്ഞതെന്ത്? ആരോഗ്യം കിട്ടിയിട്ടില്ലായിരുന്നോ? കിട്ടിയിരുന്നു. ആരോഗ്യം കൊണ്ട് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ പാടില്ലായിരുന്നോ? ചെയ്യാമായിരുന്നു. 365 ദുഹാ നമസ്കാരം 2025 കഴിഞ്ഞു പോയില്ലേ? 365 ദിവസം നമ്മുടെ വീട്ടിലേക്ക് അല്ലാഹു വന്നില്ലേ? രാത്രി അന്തിയാമത്തിൽ നമുക്ക് മാപ്പ് നൽകാൻ ഇല്ലേ? 1500 ഫർദ് നമസ്കാരം കഴിഞ്ഞു പോയില്ലേ? അതിലേറെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞു പോയില്ലേ? ഒരു മാസത്തിൽ 3 നോമ്പ് വെച്ച് 36 നോമ്പിന്റെ ദിവസങ്ങൾ കഴിഞ്ഞു പോയില്ലേ? നോൽക്കാൻ അവസരം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. മാ ഗറക ബിറബ്ബിക്കൽ കരീം. പിന്നെ എന്തേ എന്റെ ഔദാര്യത്തിന്റെ ഏതെങ്കിലും ഒരു വാതിലൂടെ കടന്നു കയറാൻ നിനക്ക് സാധിക്കാതെ പോയത്? നിനക്ക് മാതാപിതാക്കളെ തന്നിരുന്നില്ലേ? എന്തിനായിരുന്നു? ഒറ്റപ്പെടുത്താനായിരുന്നോ? അല്ല, നിനക്ക് സ്വർഗം നേടാനായിരുന്നു. നിനക്ക് സ്വർഗം നേടാനായിരുന്നു. പ്രായമായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് അവരെ പരിചരിച്ചും തൃപ്തിപ്പെടുത്തിയും സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് എന്തേ നിനക്ക് കടന്നു കയറാൻ കഴിയാതെ പോയത്? മക്കളെ തന്നില്ലേ? എന്തിനാ മക്കളെ തന്നത്? ഉന്നത ഡിഗ്രി എടുത്ത് യൂറോപ്യൻ രാജ്യത്തിലേക്ക് പറഞ്ഞയച്ച് വരുമാനം ഉണ്ടാക്കാനായിരുന്നോ? അല്ലല്ലോ. എന്തിനാ മക്കള്? മരണശേഷവും ഖബറിലേക്ക് അണമുറിയാത്ത പ്രവാഹത്തിന്റെ പ്രവാഹമായി മാറാൻ നിനക്ക് മക്കളെ തന്നിരുന്നില്ലേ? തന്നിരുന്നു. എന്നിട്ട് ആ മക്കളെ ഖബറിലേക്കുള്ള വരുമാനമാക്കി മാറ്റാൻ സാധിക്കാത്ത വിധം നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്ത്? മാ ഗറക ബിറബ്ബിക്കൽ കരീം. എന്താണ് ആ ചോദ്യത്തിന്റെ കടുപ്പെന്നറിയോ? ഭാര്യ തന്നിരുന്നില്ലേ? എന്തിനാ? ഒന്നും കച്ചറ ഉണ്ടാക്കാനായിരുന്നു ആണോ? എന്തിനാ ഭാര്യനെ തന്നത്? ആ ഭാര്യയെ തൃപ്തിപ്പെടുത്തിയും പരിചരിച്ചും പരിഗണിച്ചും മാറോട് ചേർത്തും സ്വർഗം നേടാനായിരുന്നു. ആ ഭാര്യ നിന്നെ വിട്ട് പോയില്ലേ? നീ മരിക്കുന്നതിന് മുമ്പ് പോയി. ആ ഭാര്യയിലൂടെ സ്വർഗത്ത് പോകാൻ സാധിച്ചോ? ഇല്ല. മാ ഗറക ബിറബ്ബിക്കൽ കരീം.
ഭർത്താവിനെ തന്നില്ലേ സഹോദരി നിനക്ക്? അല്ലേ? എന്തിനാ തന്നത്? കൂട്ടുകാരികളോട് ഭർത്താവിന്റെ കുറ്റം കുറവും പറയാനായിരുന്നോ? നേരം വെളുക്കിട് വരെ ആക്ഷേപിക്കാനായിരുന്നോ? അല്ല. മുൻകോപിയായ, ദരിദ്രനായ, രോഗിയായ, കഴിവുകെട്ടവനായ ഒരു ഭർത്താവിനെ എന്തിനാ നിനക്ക് തന്നതെന്നറിയോ? ആ ഭർത്താവിനെ പരിചരിച്ച് നീ സ്വർഗത്തിലെത്താനാ. ഭർത്താവ് പിരിഞ്ഞു പോയില്ലേ? പോയി. സ്വർഗം കിട്ടിയോ? ഇല്ല. മാ ഗർറക ബിറബ്ബിക്കൽ കരീം. നിന്നെ വഞ്ചിച്ച് കളഞ്ഞതെന്ത്? നിനക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നുല്ലേ? എന്തിനാ ദാരിദ്ര്യം തന്നെന്നറിയോ? എന്തിനാന്നറിയോ? പരീക്ഷണം ഉണ്ടായിരുന്നുല്ലേ? മക്കള് മരിച്ചു പോയില്ലേ? രോഗം വന്നില്ലേ? എന്തിനാ തന്നിരുന്നതെന്നറിയോ? എന്തിനാ രോഗം? എന്തിനാ പ്രയാസം? എന്തിനാ പരീക്ഷണം? ഒരടിമക്ക് അല്ലാഹു സ്വർഗം കൊടുക്കാൻ തീരുമാനിക്കും. അവന്റെ ഇബാദത്ത് കൊണ്ട് മാത്രം അത് കിട്ടാനുള്ള യോഗ്യത അവർക്ക് ഉണ്ടാവില്ല. അവന്റെ ഇബാദത്ത് കൊണ്ട് മാത്രം അത് കിട്ടാനുള്ള യോഗ്യത ഉണ്ടാവില്ല. അപ്പൊ അവനെ സ്വർഗത്തിന് അർഹനാക്കാനാ ദാരിദ്ര്യം, പൊടുന്നനുള്ള മരണം, കച്ചവടം നഷ്ടപ്പെട്ടു പോവല്, വലിയ സാമ്പത്തിക ബാധ്യതയിൽ വരല്, ഇതൊക്കെ നമുക്ക് സ്വർഗം തരാനാ. അത് നല്ല നിയ്യത്തോടു കൂടി ക്ഷമിച്ച് പടച്ചോനോട് പ്രാർത്ഥിച്ച് അത് സ്വർഗത്തിലേക്കുള്ള പടവുകളായി മാറ്റാൻ സാധിച്ചോ നിനക്ക്? മാ ഗർറക ബിറബ്ബിക്കൽ കരീം. നിനക്ക് നിഅമത്ത് തന്നില്ലേ അല്ലാഹു? എന്തിനാ തന്നത്? അല്ലാഹു നിന്നെ സ്നേഹിച്ചിട്ടാ. ആ നിഅമത്തിന് ശുക്ർ ചെയ്ത് സ്വർഗത്തിൽ എത്താനായിരുന്നില്ലേ? പക്ഷേ നീ എന്താ ചെയ്തതെന്നറിയോ? അനുഗ്രഹം കിട്ടും തോറും അള്ളാഹുവിൽ നിന്ന് അകന്ന് അകന്ന് അകന്നു പോവുക ചെയ്തത്. അല്ലേ സഹോദരന്മാരെ? നമ്മുടെ ഡ്രസ്സില്, നമ്മുടെ വീട് നിർമ്മാണത്തില്, നമ്മളെ കല്യാണത്തില്, മറ്റ് വിഷയങ്ങളില് ഹറാമ് വന്നത് എന്ന് മുതലാ? പൈസ ഉണ്ടായതിന്റെ ശേഷല്ലേ? അല്ലേ? ഇപ്പൊ പൈസ കിട്ടിയപ്പോ എന്താ ചെയ്തത്? അള്ളാഹു നകന്നു. മാ ഗർറക ബിറബ്ബിക്കൽ കരീം. നിനക്ക് സ്വർഗം നേടാനായിരുന്നു നാം സമ്പത്ത് തന്നത്. ചരിത്രം പഠിപ്പിച്ച ഖുർആൻ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തി സ്വർഗം നേടിയവരുടെയും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊടുത്തപ്പോ അള്ളാഹുവിനെ തന്നെ ധിക്കരിച്ചവരുടെയും ചരിത്രം എന്തിനാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടാത്തക്കാരാ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരാജയപ്പെടുത്തിയത് എന്താ? ശൈത്താന്റെ പ്രലോഭനമാണ്. അതെന്തിനാ നമുക്ക് പറഞ്ഞു തന്നത്? ഈ ശൈത്താൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. സൂറത്ത് യാസീൻ ഖൽബുൽ ഖുർആൻ, അതിന് ചില മുഫസ്സിറിട്ട പേര്. അതിലൊരായത്തുണ്ട്, നല്ലോണം ആലോചിച്ചോളി. എന്താ അറിയോ? വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ അഫലം തകൂനൂ തഅഖിലൂൻ. നിങ്ങൾ ആയുസ് ഇബ്ലീസിന്റെ എക്സ്പീരിയൻസിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു മകൻ അല്ലെ മകൾ ബിടെക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാല് ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഏതെങ്കിലും മെട്രോപൊളിറ്റൻ സിറ്റിയിൽ പോയിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഗൾഫിൽ നല്ല പണി കിട്ടും. എങ്കിൽ ഇബ്ലീസിന് മനുഷ്യനെ സ്വർഗ വഴിയിൽ നിന്ന് തെറ്റിച്ച് നരകത്തിലെത്തിച്ച എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? നൂറ്റാണ്ടുകൾ. ആലോചിക്കണങ്ങള്. ഒരു യുദ്ധത്തിന് ഇറങ്ങുമ്പോഴേ ശത്രുവിന്റെ ശക്തി മനസ്സിലാക്കണ്ടേ? ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോഴേ പരീക്ഷന്റെ ഗൗരവം മനസ്സിലാക്കണ്ടേ? ഇബ്ലീസ് ശത്രുവാണ് എന്ന് മാത്രം പറയുകയല്ല ഖുർആൻ ചെയ്തത്. ആ ശത്രുവിന് ഒരു പ്രവാചകനെ പോലും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ശക്തി അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവന്റെ ശത്രുതയിൽ പെട്ടുപോകാൻ പാടില്ല. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ധനകാര്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലേ? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരുപാട് അധികാരം കിട്ടിയില്ലേ? അതുകൊണ്ട് അവർ അള്ളാഹുവിற்கு അകലാണോ ചെയ്തത്? അടുക്കുകയാണോ ചെയ്തത്? അടുക്കുക ചെയ്തത്. നിനക്ക് നാമമാത്രമായ അനുഗ്രഹം കിട്ടിയപ്പോ നീ ധിക്കാരിയായി മാറിയില്ലേ? മാ ഗർറക ബിറബ്ബിക്കൽ കരീം. യൂസുഫ് നബി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ സൂറത്തുൽ നംലിലുണ്ട്. എന്തൊക്കെ കൊടുത്തത്? വലിയ രാജാധികാരം കൊടുത്തു, കാറ്റിനെ വാഹനമാക്കി കൊടുത്തു, പക്ഷി പറവ ഇഴജന്തുക്കളുടെ ഭാഷ മനസ്സിലാക്കി കൊടുത്തു, ജിന്നുകളെ അദ്ദേഹത്തിന്റെ താല്പര്യമനുസരിച്ച് വിവിധ ജോലികൾ ചെയ്യാൻ പാകത്തിൽ കീഴ്പ്പെടുത്തി കൊടുത്തു. മനുഷ്യൻ ധിക്കാരിയാവാൻ എന്താ വേണ്ടത്? എന്നാൽ ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്നും ഇത് അള്ളാഹുവിലേക്ക് അടുക്കാനാണ് ഞാൻ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നും അതൊരിക്കലും അള്ളാഹുവിൽ നിന്ന് എന്നെ അകറ്റിക്കളയരുത് എന്നും മനസ്സിലാക്കിയ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മൂർത്തമായ പ്രാർത്ഥന ഖുർആനിലുണ്ട്. സൂറത്തുൽ നംലിൽ റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ.
സുലൈമാൻ നബിയുടെ ആ പ്രാർത്ഥന മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാലേ കണ്ണെന്ന് വെള്ളാണ്ട് വരും. റബ്ബേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ തന്ന ഈ നിഅമത്തിന് ശുക്ർ കാണിച്ചുകൊണ്ട് ജീവിക്കാൻ റബ്ബേ നീ എന്നെ സഹായിക്കണമെന്ന പ്രാർത്ഥന. നോക്കൂ നിങ്ങൾ, അദ്ദേഹം ഈ എന്തിനാ തന്നത്? സ്വർഗം നേടാനാ, അള്ളാഹുവിലേക്ക് അടുക്കാനാ. ഞമ്മക്ക് ഒരു അധികാരം കിട്ടിയില്ല, നാമമാത്രമായ പൈസ കിട്ടിയപ്പോ നമ്മൾ എത്ര വലിയ ധിക്കാരത്തിലെത്തിയെന്നറിയോ? ഇത്രയും ആളുകളുണ്ടല്ലോ ഈ പള്ളിയിൽ. ഇപ്പോ ഇന്ന് സുബിക്ക് 1.5 സപ്പാളുള്ളത്. ബാക്കിയുള്ള ആളെ സുബി എവിടുന്ന? എന്തേ കാരണം? ഉറങ്ങിപ്പോയി. എന്താ ഉറങ്ങാൻ? ബെഡുണ്ട്, കട്ടിലുണ്ട്, വീടുണ്ട്, ഭക്ഷണമുണ്ട്, മാതാപിതാക്കളുണ്ട്, ഭാര്യ സന്താനങ്ങളുണ്ട്. അള്ളാഹുലേക്ക് അടുക്കാനോ അകലുവാണോ ചെയ്തത്? ആലോചിക്കും. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്ന സൂറത്ത് യൂസുഫ്. ആ സൂറത്ത് യൂസുഫിലെ 99 ആയത്ത് അദ്ദേഹത്തിന്റെ ചരിത്രമാണെങ്കിൽ 100ാമത്തെ ആയത്ത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽകി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീഥി ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നോക്കിങ്ങൾ, പടച്ചോനെ, ഈ രാജാധികാരവും ഈ സ്വപ്ന വ്യാഖ്യാനവും എന്റെ അളമുറിയാത്ത സൗന്ദര്യവും ഭൗതികമാണ്, താൽക്കാലികമാണ് റബ്ബേ. അതെന്നെ വിട്ടു പോകും ഞാൻ മരിക്കുന്നതോടുകൂടി. എനിക്കതല്ല ആവശ്യം. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ മുസ്ലിമായി മരിപ്പിക്കണം, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. നോക്കിങ്ങൾ, ദുനിയാവ് കൊടുത്തു, വിജയിച്ചു. ഖാറൂനും നമ്രൂദിനും ഫിറഔനോ അധികാരം കിട്ടി, നരകത്തിലേക്ക് പോയി. എന്താ മനസ്സിലാവുന്നത് അറിയോ? അള്ളാഹു ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. അള്ളാഹു ഈ ജീവിതം നമുക്ക് നൽകിയത് എവിടെ വെച്ചാണോ വെള്ളവും വായുവും അവസാനിക്കുന്നത്, എവിടെ വെച്ചാണോ മൂക്കിന്റെ ഉള്ളിൽ പരുത്തി വരുന്നത്, എവിടെ വെച്ചാണോ താടിയും മുഖവും ചേർത്ത് കെട്ടുന്നത്, എപ്പോഴാണോ നമ്മുടെ കാൽ വിരലുകൾ തമ്മിൽ ചേർത്ത് കെട്ടുന്നത്, അപ്പം നമ്മുടെ കയ്യിൽ അല്ല പോക്കറ്റിൽ സ്വർഗത്തിലെ ഒരു ടിക്കറ്റ് വേണം. അതാ ജീവിതത്തിന്റെ ലക്ഷ്യം. അതിനാണ് ഇതൊക്കെ തന്നത്. അപ്പൊ ഓരോ ദിവസം കഴിയും തോറും അള്ളാഹുലേക്ക് അടുക്കുകയായിരുന്നു വേണ്ടത്. പക്ഷെ നമ്മൾ എന്താ ചെയ്തെന്നറിയോ? സുഖ സൗകര്യം കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ അകന്ന് പോയി. ബാധ്യതകൾ നിർവഹിക്കാത്തവരായി, മടങ്ങിപ്പോകണമെന്ന ചിന്തയില്ലാത്തവരായി. നോക്കൂ നിങ്ങൾ, അത് പാടില്ല. അള്ളാഹു ചോദിക്കും, അങ്ങനെ ചോദിക്കുന്ന ആളുകളായി മാറാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹു എന്തെല്ലാം ഔദാര്യമാണ് സ്വർഗം നേടാനും നരകമോചനം നേടാനും നമുക്ക് നൽകിയിട്ടുള്ളത്. 1, പ്രവാചകന്മാരെ അയച്ചു. 2, വേദഗ്രന്ഥം ഇറക്കി. 3, ആ പ്രവാചകൻ ആ വേദഗ്രന്ഥം അനുസരിച്ച് ജീവിച്ച് കാണിച്ചു തന്നു. ആ പ്രവാചകനെ പിൻപറ്റിയ 300 കൊല്ലക്കാലത്തെ മുൻഗാമികൾ ഈ ആദർശം അനുസരിച്ച് നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നു. അത് രേഖയാക്കി നമ്മുടെ കയ്യിൽ തന്നു. വായിച്ചു നോക്കാവുന്നതാണ്. പ്രവാചകൻ നമ്മുടെ മുമ്പിൽ ലൈവായി ജീവിച്ചിരിക്കുന്നു, ഒരു സംശയമില്ല. ഒരു മുസ്ലിമിന് ഒരു സംഗതി എങ്ങനെ ചെയ്യേണ്ടത് എന്ന ഒരു കാര്യത്തിൽ അവലാതിപ്പെടേണ്ടതില്ല. അത് വ്യക്തമായി രേഖപ്പെടുത്തി, അത് വായിച്ചു നോക്കി നമുക്ക് ജീവിക്കാവുന്നതാണ്. പോരാ, ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ സദസ്സിനോട്. നമ്മളൊക്കെ ഒരു ധാരണ എന്താ അറിയോ? സ്വർഗത്തിൽ പോവാന്ന് ഭയങ്കര പ്രയാസമാണ്. ചില വയത് കേട്ടാൽ നമ്മൾ ഒരു കാലത്തും ഞാനൊന്നും പോകില്ല. ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിൽ പോകലാണോ എളുപ്പം, നരകത്തിൽ പോലാണോ? എന്റെ അഭിപ്രായത്തിൽ സ്വർഗത്തിൽ പോലാ എളുപ്പം, നരകത്തിൽ പോകാൻ വളരെ പ്രയാസമാണ്. അതെന്താ പറയാൻ കാരണം? കളവ് പറയണം. എത്ര ശ്രദ്ധിക്കണം നമ്മൾ. ഭാര്യനോട് നമ്മളൊരു കളവ് പറഞ്ഞാൽ മരിക്കണത് വരെ എന്തേലും ഓളോട് അന്ന് പറഞ്ഞതെന്ന് ആലോചിക്കണ്ടേ? സത്യം പറയാനോ ഒരു പ്രയാസമില്ല. കള്ള് കുടിക്കണേ പണി എത്ര ഉണ്ട്? വാങ്ങണം, രഹസ്യമായി കുടിക്കണം, ആ വാസന പോണ വരെയിലെ കിടന്ന് ഉറങ്ങണം, കുടിക്കാണ്ടിരിക്കാനോ ഒരു പ്രയാസമില്ല. അപ്പൊ ഏതാ എളുപ്പം? അങ്ങേ അക്കത്തെ ദൗർഭാഗ്യവാനല്ലാതെ നരകത്തിലെത്തൂല. നരകം സ്വർഗം വളരെ എളുപ്പ. പിന്നീട് അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുത്തു. നോക്കൂ നിങ്ങൾ, ഉംറ ചെയ്ത് എത്ര റുപ്യ വേണം? ഒരു ഉംറ ചെയ്ത് എത്ര റുപ്യ വേണം?
ഇന്നൊരു ലക്ഷക്കണക്കിന് അല്ലെ 70,000 50,000 പാവപ്പെട്ട ഒരു തൊഴിലാളിക്ക് സാധിക്കുമോ? സാധിക്കൂല. നാം നിരാശപ്പെടേണ്ടതുണ്ടോ? ഇല്ല. എന്താ വേണ്ടത്? 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത കൂലിയായില്ലേ? ഒരു ഉംറ ചെയ്ത കൂലിയായില്ലേ? ആരാ ശ്രദ്ധിക്കലുണ്ടോ? ഇല്ല. എന്നാൽ ഒരു ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞാലോ, പൊരയില് നമ്മളെ പെണ്ണുങ്ങളെ ഇരിക്കാൻ സമ്മതിക്കോ? അവിടെ ഓഫർ ഉണ്ട്, അത്രേ, എന്തായാലും പോണം. കോഴിക്കോട് ടൗണിലൊക്കെ ഓഫർ ഉണ്ടാകുമ്പോ എന്റെ ഭാര്യനോട് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? നിങ്ങൾക്ക് ആ വഴിക്ക് എവിടെങ്കിലും വല്ല ക്ലാസ്സും ഉണ്ടോന്നാ. ഞാൻ വിചാരിച്ച ഖുർആൻ ക്ലാസ് കേൾക്കാനുള്ള പൂതി കൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ഒന്നുമില്ല, നിങ്ങൾ പോകുമ്പോ അവിടെ ഇറക്കിയാ മതി, വരുമ്പോ അവിടെ എടുത്താൽ മതി എന്നാ. ഇതിന് ഖുർആൻ ക്ലാസ്സിനല്ല, ഓഫർ കിട്ടാനാ. അള്ളാഹു തന്ന ഓഫറോ? വേണ്ട സഹോദര. ഇന്ന് സുബീന്റെ സുന്നത്ത് സ്കരിച്ചിനോ? ഇല്ലല്ലോ. എന്താ നഷ്ടപ്പെട്ടതെന്നറിയോ? ഈ ദുനിയാവ് മുഴുവൻ നിന്റെ പേരിൽ ഒരാൾ രജിസ്റ്റർ ചെയ്ത് തന്നാൽ ചെയ്യൂലല്ലോ, ഉറപ്പാ ചെയ്യൂല. എന്നാൽ അതിനേക്കാൾ പ്രതിഫലമുള്ളതാണ് സുബീന്റെ മുമ്പുള്ള സുന്നത്ത്. ഈ കൂട്ടത്തിൽ എത്ര ആക്കുന്നത് കിട്ടിയിരിക്കണ്? പണ്ഡിതന്മാർ പറഞ്ഞു സുബീന്റെ സുന്നത്തിന് അത്രയും പ്രതിഫലാണ്. സുബീന്റെ പ്രതിഫലം എത്ര ആക്ക് നഷ്ടപ്പെട്ടു പള്ളിയിൽ പോയി ജമാഅത്തായിരിക്കുന്നതിൽ. എങ്ങനെയാ നിങ്ങൾ നരകത്തിലെത്തിയത്? സഖർ എന്ന നരകത്തിലേക്ക് എടുത്തെറിയപ്പെടാൻ മാത്രം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? സൂറത്ത് മുദ്ദസിർ മറച്ചു നോക്കേണ്ടി. നരകത്തില് സഖറിലേക്ക് എടുത്തെറിയപ്പെടുന്ന ആളുകളോട് മലക്കൾ ചോദിക്കുക, എന്തേ ചങ്ങായിമാരെ നിങ്ങൾ പറ്റി, എന്തേ നിങ്ങൾക്ക് പറ്റിയത്? മാസലക്കും ഫീ സഖർ. എന്താ മറുപടി? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. അതിന് നമ്മളെ പണ്ഡിതന്മാരെ അർത്ഥം പറയുകയാണോ? ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. അല്ല, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂടെയായിരുന്നില്ല. ഒറ്റക്കാ നിസ്കരിച്ച്, മനസ്സിലായോ? ജമാഅത്തായി നിസ്കരിച്ചിരുന്നില്ല എന്നാണ്. ജമാഅത്തിന്റെ പ്രാധാന്യം എത്രയാ? നമ്മളെ നേതാവ് നമ്മളെ സ്നേഹിച്ച മാതിരി ലോകത്തൊരു പ്രവാചകൻ തന്റെ അനുയായികളെ സ്നേഹിച്ചിട്ടുണ്ടോ? ലൗലാ അശുഖ അലാ ഉമ്മത്തി ലഅമർതും ബിസിവാകി മഅ കുല്ലി വുദൂഇൻ. എന്റെ ഉമ്മത്തിന് പ്രകാശകരമാകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നെങ്കിൽ മിസ്വാക്ക് ചെയ്യൽ ഞാൻ നിർബന്ധമാക്കുമായിരുന്നു. എന്താക്കാഞ്ഞെന്നറിയോ? ഞാൻ അതിന്റെ പേരിൽ കുറെ എണ്ണം നരകത്ത് പോകണ്ടെന്ന് വിചാരിച്ചില്ല. 3 ദിവസമാണ് നമ്മളെ നേതാവ് തറാവി ജമാഅത്തായി നിസ്കരിച്ചത്. 4ാമത്തെ ദിവസം പുറത്തേക്ക് വന്നില്ല. എന്താ മറുപടി? നിങ്ങളെ ഈ ആവേശം കണ്ടിട്ട് അള്ളാഹ് നിർബന്ധാക്കിയാലേ നിങ്ങളെ ചെയ്യും. നാ പിൽക്കാലത്ത് കുറെ മനുഷ്യന്മാര് വരാണ്ട് പടേ, അതിന്റെ പേരിൽ കുറെ നരകത്ത് പോവും, വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. എല്ലാ പ്രവാചകന്മാർക്കും സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്നാ ഒരു പ്രാർത്ഥനയെ സ്വീകരിക്കുള്ളൂ അല്ല, അത് ചോദിച്ചോടനെ കിട്ടും. ചോദിച്ചോടനെ കിട്ടുന്ന ഒരു പ്രാർത്ഥന എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ട്. എല്ലാ പ്രവാചകന്മാരും ഭൗതിക ജീവിതത്തിൽ വ്യത്യസ്ത സന്ദർഭത്തിൽ അത് അവരവരുടെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പോയി. സഹോദരായി ഇരിക്കൊണ്ട് അങ്ങനെ ഒരു പ്രവാചകൻ, ഇരിക്കൊണ്ട് അങ്ങനെ ഒരു ദുആ അല്ലാഹു റസൂൽ പറയാൻ എത്ര സന്ദർഭം ഉണ്ടായിരുന്നു. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ ജീവൻ പണയപ്പെടുത്തിയ സന്ദർഭം ഉണ്ടായില്ലേ? കൊല്ലാൻ ആള് വീട് വളഞ്ഞിട്ടില്ലേ? ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ വീണിട്ടില്ലേ? കവിളിൽ അമ്പ് തറച്ചിട്ടില്ലേ? അണപ്പല്ല് പൊട്ടിപ്പോയിട്ടില്ലേ? ഖൈബർ യുദ്ധത്തിന് പോയി വരുമ്പോ വിഷം കലർത്തിയ ഭക്ഷണം കൊടുത്തിട്ടില്ലേ? ആ സന്ദർഭത്തിൽ എപ്പോഴെങ്കിലും പടച്ചോനെ എന്ന് വിളിച്ചിട്ട് ആ പ്രാർത്ഥന അല്ലാഹു റസൂൽ പ്രാർത്ഥിച്ചില്ല. പിന്നെ നാളെ പരലോകത്തിന്റെ ഉമ്മത്തിന് ശുപാർശ പറയാൻ ഞാൻ ആ പ്രാർത്ഥന മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞ നേതാവിന്റെ അനുയായികൾ ഞാനും കേൾക്കണം. പള്ളിയിൽ ഇമാമക്കാൻ പറഞ്ഞിട്ട് ഒരാളോട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞു, ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞു, ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞു, നിസ്കാരം തുടങ്ങാൻ പറഞ്ഞു. എന്നിട്ടോ ഒരു കയ്യിൽ വിറകും മറ്റേ കയ്യിൽ തീപ്പന്തവുമായി ഒരു കാരണവും കൂടാതെ വീടുകളിൽ വെച്ച് നമസ്കരിക്കുന്ന ആളുകളെ വീടോടുകൂടി കത്തിച്ചു കളയാൻ എനിക്ക് തോന്നിപ്പോകുന്നു എന്ന് റസൂലുള്ള പറയണമെങ്കിൽ ജമാഅത്ത് നിസ്കാരത്തിന്റെ ഗൗരവം എത്രയാ? മാ സലക്കക്കും ഫീ സഖർ ലം നകു മിനൽ മുസല്ലീൻ. നമുക്ക് സാധിച്ചോ? പട്ടിണി കിടന്നിട്ടാ? കിടക്കാൻ ബെഡില്ലായിട്ടാ? വീടില്ലായിട്ടാ? നിങ്ങൾക്കറിയോ? വീടില്ലാത്ത, ഭക്ഷണമില്ലാത്ത, വസ്ത്രമില്ലാത്ത, കേടിക്കടക്കാൻ ആലയമില്ലാത്ത 200 ചില്ലാനം പട്ടിണി പാവങ്ങൾ. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. സൂറത്തുൽ നൂർ മറച്ചു നോക്കേണ്ടി. അവരാരും AC റൂമിൽ കിടന്നവരല്ല, അവരാരും പൂട്ടിയ വാതിനുള്ളിൽ കിടന്നവരല്ല, അവരാരും മിഷ്ടാന്ന ഭോജനം ഭക്ഷിച്ചവരല്ല,
പട്ടിണിപ്പേക്കോലങ്ങൾ. ബാങ്ക് എപ്പ വിളിച്ചു നോക്കിയാൽ മതി. ബിലാൽ അല്ലാഹു ബാങ്ക് അല്ലാഹു അക്ബർ തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനിക്കുന്നതിന്റെ മുമ്പ് മുഴുവൻ ആണും പെണ്ണും കുട്ടികളും പള്ളിയിൽ. മാ ഗർറക ബിറബ്ബിക്കൽ കരീം. സുബഹി ജമാഅത്തിന് വരാത്ത ആളുകൾ ചിന്തിക്കണം, നിങ്ങൾ എന്താണ് വഞ്ചിച്ചു കളഞ്ഞത്? അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരൂലേ? പറയേണ്ടി വരും. ഈ ചോദ്യം എപ്പോഴും മനസ്സിൽ വേണട്ടോ. മാ ഗർറക ബിറബ്ബിക്കൽ കരീം. 2025 അവസാനിച്ചല്ലോ, എന്നിട്ടൊരു മാസം കഴിഞ്ഞു. 2025 365 മുഹ നമസ്കാരം കൃത്യമായി കിട്ടി. എത്ര ആളുണ്ട് ഈ സദസ്സിൽ? നമ്മൾ ശരീരത്തിന് നികുതി കൊടുക്കണ്ടേ? കെട്ടിടത്തിന് നികുതി കൊടുക്കണ്ടേ? ഭൂമിക്ക് നികുതി കൊടുക്കണ്ടേ? വാടക ബിൽഡിങ്ങിന് നികുതി കൊടുക്കണ്ടേ? തൊഴിൽ നികുതി കൊടുക്കണ്ടേ? ശരീരത്തിന്റെ നികുതി ഏതാ? ദുഹാ നമസ്കാരം. കഴിഞ്ഞ കൊല്ലം 365 ദിവസവും ആ ദുഹാ നമസ്കാരം നിസ്കരിച്ച് ഞാനും നിങ്ങളും ഏറ്റവും അറ്റ്ലീസ്റ്റ് അവരവരുടെ ശരീരത്തിന്റെ നികുതി അടച്ചിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ അള്ളാഹു ചോദിക്കും, മാ ഗർറക ബിറബ്ബിക്കൽ കരീം. എന്റെ സഹോദരിമാരെ, ജോലി ചെയ്ത് നടക്ക് 9-9:30 മണിക്ക് കയ്യും കാലും കഴുകി 2 റക്അത്ത് ദുഹാ നമസ്കരിക്കാൻ നമ്മൾക്ക് സാധിച്ചില്ലെങ്കിൽ എന്താണെന്നറിയോ? നികുതി അടക്കാത്ത മനുഷ്യനെ ഗവൺമെന്റ് എന്താ ചെയ്യാം? അതേ തന്നെ പരലോകത്ത് അല്ലാഹു ചെയ്യാം. ഈ ചോദ്യം നമ്മൾ കേൾക്കേണ്ടി വരും. മാ ഗർറക ബിറബ്ബിക്കൽ കരീം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കൂടെ ഞാൻ കേൾപ്പിക്കുകയാണ്. എത്രമാത്രം അല്ലാഹു നമ്മോട് പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴികൾ നമുക്ക് തുറന്നു തന്നിട്ടുണ്ട് ഇത് മനസ്സിലാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്ത്. അല്ലാഹു നന്മയും തിന്മയും രേഖപ്പെടുത്തി. ഇന്നതൊക്കെ നന്മ, ഇന്നതൊക്കെ തിന്മ. അതിന്റെ അടിയിൽ എഴുതി, നല്ലോണം കേട്ടോ, മൻ ഹമ്മ ബിഹസന. ഒരാൾ ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിച്ചു ആത്മാർത്ഥമായി, ഫലം യഅമൽഹ, അയാൾ അത് എന്തുകൊണ്ടോ പ്രവർത്തിച്ചില്ല, അല്ലെ അത് പ്രവർത്തിക്കാൻ അയാൾക്ക് സാധിച്ചില്ല, അള്ളാഹു അത് പ്രവർത്തിച്ച കൂലി അയാൾക്ക് എഴുതും. ലോകത്താരെഴുതാ? നിങ്ങളൊരു പണിക്കാരനെ വിളിച്ചു, ശനിയാഴ്ച പണിക്ക് വരണട്ടോ, പിറ്റേന്ന് നോമ്പ് വന്നില്ല, വൈകുന്നേരം ആവുമ്പോൾ ആരെ കൂലി കൊടുക്കുമോ? ചീത്തയാണ് കൊടുക്കുക, ആക്ഷേപിക്കല്ല ചെയ്യാം, അല്ലേ? എന്നാൽ അള്ളാഹു പറയോ, എടാ ഈ തീരുമാനിച്ചേ ചെയ്യാം, ഇങ്ങോട്ട് ചെയ്യാത്ത കൂലിയോ? അല്ല, ആഗ്രഹിച്ചതല്ലേ, ചെയ്യാൻ കഴിഞ്ഞില്ലല്ലേ, ചെയ്തതിന്റെ കൂലി. ലോകത്താരാ പറയാ? ഇനി അയാൾ അത് ചെയ്താലോ? ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ആ നന്മ അയാൾ പ്രവർത്തിച്ചാലോ? ഏറ്റവും ചുരുങ്ങിയത് 10 നന്മന്റെ കൂലി. ഒരു പണിക്കാരനെ ഏൽപ്പിച്ചു, അയാൾ വന്നു, പണിയെടുത്ത് വൈകുന്നേരം 10 ദിവസത്തെ കൂലി കൊടുക്കുവോ? അള്ളാന്റെ കാരുണ്യത്ര. മൻ ഹമ്മ ബിസയ്യിഅത്തിൻ, കേട്ടോളി, ഒരാൾ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചത് തിന്മയാ, ഫലം യഅമൽഹ, വേണ്ടാന്ന് വെച്ചു, ഒന്നുമില്ല, വേണ്ട. അയാൾക്ക് അള്ളാഹു എന്താ കൊടുക്കേണ്ടത്? നിങ്ങളെ അഭിപ്രായത്തിൽ എന്താണ് തീരുമാനിച്ചത്? തിന്മ ചെയ്യാൻ. ഓനെ തലക്കൊന്ന് കൊടുക്കല്ല വേണ്ടത്? അതെ. എന്നാൽ അള്ളാഹു എന്താ ചെയ്യാ? ആ തിന്മക്ക് തുല്യമായ ഒരു നന്മ ചെയ്ത കൂലിയ കൊടുക്കാം. ലോകത്താരെങ്കിലും കൊടുക്കുമോ? ഇല്ല. ഇനി ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ചെയ്താലോ? ഒറ്റ തിന്മ. 10 തിന്മല്ല, 70 തിന്മല്ല, 700 ഇല്ല, 70,000 ഇല്ല, പിന്നെ ഒറ്റ തിന്മ. അതവിടെ രേഖപ്പെടുത്തും. എന്നിട്ടോ അവനവന്റെ ജീവിതത്തിൽ എപ്പോഴാണോ ഈ തെറ്റിൽ അദ്ദേഹം മനം നൊന്ത് അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നത്, അള്ളാഹു എന്താ പെരുമാറുക? സഹോദരന്മാരെ, നമ്മളെ പടച്ചാൻ കണ്ടനാടിയേക്കാൾ അടുത്ത് നിൽക്കുന്ന നമ്മുടെ റബ്ബ്, ഒരു ഉമ്മ കുട്ടിയെ സ്നേഹിക്കുന്നതിനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന റബ്ബ് എന്താ ചെയ്യാന്നറിയോ? വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ ചെയ്തു പോയ തെറ്റിന് കൊല്ലങ്ങൾക്ക് ശേഷം അദ്ദേഹം മനം നൊന്ത് തൗബ ചെയ്യുമ്പോ എങ്ങനെ അള്ളാഹ് പ്രതികരിക്കാന്നറിയോ? 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ, അതിന്റെ അവസാനത്തിൽ ഇബാദുർ റഹ്മാൻ എന്നൊരു ഭാഗമുണ്ട്. അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ എന്നാണ് ഇതിന്റെ അർത്ഥം. അവരുടെ അടയാളങ്ങൾ ഇങ്ങനെ എണ്ണി പറയാ, കേട്ടോളിട്ടോ. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ അള്ളാഹു അല്ലാത്ത ഒരു ആരാധ്യനെ വിളിച്ച് പ്രാർത്ഥിക്കൂല. 1. വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അന്യായമായി ഒരാളെയും കൊല്ലൂല. 2. വലാ യസ്നൂൻ. അവർ വ്യഭിചരിക്കൂല. 3.
ആരെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒന്നോ മൂന്നുമോ ചെയ്താൽ പാപിയായി കൊണ്ടവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും. ഇനി കേട്ടോളി, ഇല്ലാ മൻ താബ, പശ്ചാത്തപിച്ചവരൊഴികെ, പിന്നീടുള്ള ജീവിതത്തിൽ നന്മ പ്രവർത്തിച്ചവരും ഒഴികെ. സഹോദര, നമ്മൾ ചെയ്തു പോയ മനഃപൂർവം കണക്ക് കൂട്ടി ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞിട്ടും അള്ളാനെ ധിക്കരിച്ചും അവന്റെ കണ്ണ് വെട്ടിച്ചും നമ്മൾ ചെയ്ത തിന്മ അള്ളാഹ് എങ്ങനെ പരിഗണിക്കാന്നറിയോ? അവർ ചെയ്ത എല്ലാ തിന്മകളെയും അള്ളാഹു മാപ്പ് ചെയ്യും എന്ന് മാത്രമല്ല, ആ തിന്മകളെയെല്ലാം അള്ളാഹു നന്മയാക്കി പരിവർത്തിപ്പിക്കും. ലോകത്താർക്ക് സാധിക്കും? ഞാൻ ചെയ്ത വ്യഭിചാരം, ഞാനൊരു പെണ്ണിനെ വ്യഭിചരിച്ചു, വർഷങ്ങൾക്ക് ശേഷം തൗബ ചെയ്യുമ്പോ ആ വ്യഭിചാരം പുറത്തുവരാണെങ്കിൽ അത് മനസ്സിലാക്കാം. അതെന്താ ചെയ്യാന്നറിയോ? അത് പുറത്തിട്ട് ആ സ്ഥാനത്ത് ഞാനൊരു ഹജ്ജ് ചെയ്തു എന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ റബ്ബിന്റെ കാരുണ്യം എത്രയാ! ഇത്രയേറെ കാരുണ്യം കാണിക്കുന്ന റബ്ബിന്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിച്ച് കളഞ്ഞതെന്ത് ഓരോരുത്തരോട് ചോദിക്കുന്നാവും. മനസ്സിലായോ? പടച്ചോൻ നമുക്ക് തന്ന അവസരങ്ങൾ നിരവധിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ നിന്ന് ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. അപ്പണ്ട് വളരെ ദൂരത്തുനിന്ന് ഒരാള് ഒരു മുട്ടുസൂചി പോലെ നേരെ മദീന പള്ളിന്റെ നേരാ വരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹോദരന്മാരെ, ഇന്നെ അന്വേഷിച്ചിട്ട് വളരെ ദൂരത്തുനിന്ന് ഒരു സാധു മനുഷ്യൻ വരുന്നുണ്ട്, അയാൾ വന്ന് കണ്ടിട്ട് സംസാരിച്ചിട്ട് പോയാ പോരെ? മതി റസൂൽ, നമ്മൾ വെയിറ്റ് ചെയ്യാം. പിന്നെ അയാളാണ് എല്ലാവരും നോക്കുന്നത്. അപ്പൊ ആ മുട്ടുസൂചി ഇങ്ങനെ വളർന്ന് 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 ഒരാള് ഒരു ഒട്ടകപ്പുറത്ത് ഇങ്ങനെ വരികയാണ്. അദ്ദേഹം ഓടി വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരെ, ഞങ്ങളെ കാണാൻ വേണ്ടി എത്ര ദൂരത്തുനിന്നാ വരുന്നത് അറിയോ? അത് എന്താ ഈ മനെ, ഇസ്ലാംകാരും ഈമാൻകാരും എന്താന്ന് പഠിക്കാൻ വന്നതാ, ഒന്ന് പറഞ്ഞു തരുമോ? അതിനല്ല ഞാൻ വന്നത്. ഇസ്ലാംകാരും പറഞ്ഞു കൊടുത്തു, ഈമാൻകാരും പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം, ഈ 6 കാര്യം വിശ്വസിച്ച് 5 കാര്യം പ്രവർത്തിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? സ്വർഗം കിട്ടും. സ്വർഗം കിട്ടും. കിട്ടും എങ്കിൽ ലാ അസീദു വലാ അൻഖുസ്, ഞാനിത് ഒന്നും കൂട്ടൂല്ല കുറക്കൂല. ഞാൻ ഈ 6, 5, 11 കാര്യത്തില് ഒന്നും കൂട്ടൂല്ല ഒന്നും കുറക്കൂല. അത് പറഞ്ഞ അയാൾ ഞാൻ പോട്ടട്ടോ എന്ന് പറഞ്ഞു കേട്ട് തിരിഞ്ഞതാണ്. തിരിഞ്ഞപ്പോ ഈ മരുഭൂമിയില് എലികളുടെ വലിയ മാളുണ്ടാവും, കാണൂല. ഈ ഒട്ടകത്തിന്റെ കാല് അങ്ങനത്തെ ഒരു എലിന്റെ മാളത്തിലേക്ക് താഴ്ന്നു, ഒട്ടകം കെട്ടി ചെരിഞ്ഞു, അയാൾ അതിന്റെ പുറത്തുനിന്നാണ്ട് വീണു. ഈ തൊണ്ടന്റെ എല്ലിട്ടല്ല ഉള്ളിലുള്ള അതാണ്ട് പൊട്ടി, തൽക്ഷണം മരിച്ചുപോയി. തൽക്ഷണം മരിച്ചു. 1 മിനിറ്റായില്ല. അദ്ദേഹം ഒരു വക്ത് നിസ്കരിച്ചില്ല, ഇപ്പറഞ്ഞ ഒരു കാര്യം ചെയ്തില്ല. അദ്ദേഹത്തെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അറിയോ? അമില ഖലീലൻ നാല കസീറൻ, അയാൾ വളരെ കുറച്ച് മാത്രം പ്രവർത്തിച്ചു, വളരെ കൂടുതൽ നേടി, സ്വർഗത്തേക്ക് പോയി. എന്തേ പേൾ ചെയ്തത്? എങ്കിലും സഹോദര, സ്വർഗത്തിലേക്കുള്ള വഴി എത്ര എളുപ്പാ! ഈ എളുപ്പം തന്നിട്ട് മാ ഗറക ബി റബ്ബിക്കൽ കരീം, എന്തേ നിന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വഞ്ചിച്ച് കളഞ്ഞത്? എത്ര ഉദാഹരണമുണ്ട്, എത്രമാത്രം ഉദാഹരണമുണ്ട് ഇങ്ങനെ. അമില ഖലീലൻ നാല കസീറൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സ്വർഗത്തിൽ ഒരാൾ എത്തിപ്പെട്ടു, അയാൾ വിചാരിക്കാതെ എത്തിയതാ. എനിക്കെന്നെ ഭയങ്കര സന്തോഷമായി. അപ്പൊ അയാൾ ഇങ്ങനെ ഓടിക്കളിക്കുക സ്വർഗത്തിൽ. അത് കേട്ടപ്പോൾ സ്വഹാബികൾക്ക് ഭയങ്കര ആവേശമായി. എന്താ പഴിച്ചത്? നന്മ. അയാളെ വീട്ടിന് മുമ്പ് കൂടെ ഒരു പൊതു വഴിയുണ്ട്, പബ്ലിക് റോഡ്. അയാളെ പറമ്പെന്ന് ഒരു കൊമ്പ്, മരത്തിന്റെ കൊമ്പായിക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട്. പോണോലെ മേത്തൊക്കെ ഇങ്ങനെ തട്ടും. മഴയാവുമ്പോ ആ മരത്തിന്റെ അഴുക്കൊക്കെ പോണോലെ ഡ്രസ്സിലാവും. അപ്പൊ അയാൾ എന്ത് ചെയ്ത് ആ കൊമ്പ് മാത്രാണ്ട് മുറിച്ചു. പോണോൽക്ക് സ്വർഗം ചെയ്തു കൊടുത്തു. സ്വർഗം കിട്ടി. ഒരു മരത്തിന്റെ കൊമ്പിന് സ്വർഗം നേടിത്തരാൻ സാധിക്കുമെങ്കിൽ മാ ഗറക ബി റബ്ബിക്കൽ കരീം,
ആ റബ്ബിന്റെ ഔദാര്യത്തിൽ എവിടെങ്കിലും കയറിക്കൂടാൻ സഹോദര ജീവിതം നമുക്ക് സാധിക്കാതെ വരുന്നത് പരിശുദ്ധ റമദാനാ വരുന്നത്. നന്മയുടെ മുഴുവൻ കവാടം തുറക്കപ്പെടുകയാണ്, തിന്മയുടെ മുഴുവൻ കവാടം അടക്കപ്പെടുകയാണ്. അള്ളാഹു സ്വർഗത്തെ അലങ്കരിക്കാൻ, പിശാചിനെ ബന്ധിക്കാൻ. എന്തിനാണെന്നറിയോ? നമ്മക്കൊക്കെ സ്വർഗത്തിൽ കയറിക്കൂടാനാ. അത് ഗൗരവത്തോടുകൂടി കാണണം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി സ്വർഗത്തിന്റെ ആളുകളായി മാറാൻ നമുക്കൊന്നും തടസ്സമാവരുത്. എല്ലാം സ്വർഗ വഴിയിൽ നമുക്ക് പ്രചോദനമായി മാറണം. അതിനാണ് തഖ്വ എന്ന് പറയുക. അത്തരക്കാരിൽ ഉൾപ്പെട്ട് ജീവിച്ച് മരിച്ച് അത്തരക്കാരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽഫായിസീന ബിറിദല്ലാഹ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ നിയമാവലികൾ സൂക്ഷിക്കണമെന്ന് ഒരിക്കലും ഉണർത്തുകയാണ്. മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്തിനാണെന്നറിയോ? നമ്മളെ പ്രാർത്ഥന കൊണ്ട് മതിയാവൂല, നമ്മളെ പ്രാർത്ഥന മാത്രം മതിയാവൂല. അതുകൊണ്ട് പല പ്രവർത്തനങ്ങൾക്കും ചെയ്യുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി അള്ളാഹു മലക്കളെ കൊണ്ട് ദ്വാരപ്പിക്കുന്നതിന് സ്വീകരിച്ചിട്ട് ഇയാൾക്ക് സ്വർഗം കൊടുക്കാനാ. ഒരുപാട് കാര്യമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പള്ളിയിൽ വന്നാൽ ഏറ്റവും മുമ്പിലെ സപ്പില് ഇമാമിന്റെ തൊട്ട് ബാക്കിൽ വലത് ഭാഗത്തിരിക്കുക. എല്ലാവർക്കും കഴിയൂല മുൻപിലെ സപ്പിലിരിക്കാം. മുമ്പിലെ സപ്പിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി മലക്കൾ പ്രാർത്ഥിക്കും. പ്രായമായ ആളുകൾ ഉണ്ടായിട്ടാണ് അവിടെ ചാരിയിരുന്നത്. യുവാക്കളായ ഇരിക്കാൻ കഴിയുന്ന ആളുകൾ ഒന്നാമത്തെ സപ്പ് പൂർത്തിയായിട്ടാണ് രണ്ടാമത്തെ സപ്പിൽ. അതുപോലെ മലക്കളെ ദുആ കിട്ടാനാണ്. ഇമാമിന്റെ വലത്തുഭാഗത്താണെങ്കിലോ രണ്ട് പ്രാർത്ഥനകൾ. അപ്പൊ ഇമാമ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പറയാം സ്വപ്പ് ശരിയാക്കണം. അപ്പൊ അയാളൊന്ന് ശരിയാക്കി, നേരത്തെ തന്നെ ശരിയാക്കിക്കണ്, എന്നാലും ആ പറഞ്ഞ വാക്ക് കേട്ട് അയാളൊന്ന് അനങ്ങിയാ മതി. മൂന്നാമത്തെ പ്രാർത്ഥന. പള്ളിയിൽ വന്ന് നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുമ്പോ നിസ്കാരം തുടങ്ങുന്നത് വരെ മലക്കള പ്രാർത്ഥന. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്തിനറിയോ? പരലോകത്ത് അല്ലാഹു പറയും മാ ഗറക ബിറബ്ബിക്കൽ കരീം, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മലക്കൾ തയ്യാറായി നിന്നല്ലോ. ആ മലക്കളുടെ പ്രാർത്ഥന കിട്ടുന്ന ഒരു കാര്യം നീ ജീവിതത്തിൽ ചെയ്തോ? എന്ത് ചെയ്യാനോ? അതുകൊണ്ട് ഈ ചോദ്യം സഹോദരന്മാരെ ചെറിയ ചോദ്യമല്ല. അള്ളാഹു നരകത്തിൽ പോകുന്ന ഹതഭാഗ്യരോട് ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എല്ലാ അവസരങ്ങളും നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. പള്ളിക്ക് നടന്നു പോകുമ്പോഴേ രണ്ട് സൈഡിലുള്ള ചരാചരങ്ങൾ അള്ളാന്റെ കോഡ് നമുക്ക് സാക്ഷി നിൽക്കും. ഓരോ സ്റ്റെപ്പിനും പ്രതിഫലമുണ്ട്. പാപം പൊറുക്കും, പദവിയോർക്കും, അനുഗ്രഹം ലഭിക്കും. നടന്നു പോണം. പള്ളിയിൽ സുബീസ്കരിച്ച് ഇറങ്ങി ഓടലല്ല. രാവിലത്തെ ദിക്ർ പിന്നെ എപ്പോഴാ ചെല്ലല്? 9 ദിക്റില്ലേ? പ്രഭാതത്തിലും പ്രദോഷത്തിലും ചെല്ലേണ്ട ദിക്റുകൾ എപ്പോഴാ പിന്നെ ചെല്ലല്? ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടല്ലേ? എപ്പോഴായാലും പിന്നെ ഇറങ്ങിയാണ് പോവുക. എന്നിട്ടെന്താ? ഒന്നുമില്ല, അങ്ങാടി പോയി ഇങ്ങനെ ഉത്തിരിക്കും. ഞങ്ങളുടെ നാട്ടില് ആരണാന്നുള്ളൊരു ജീവി ഉണ്ട്. ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. മൂപ്പർ ഓടിയാണ് പോയി ഇങ്ങനെ നിൽക്കും. മൂപ്പർക്ക് തന്നെ അറിയില്ല എന്തിനാ ഓടിയത് എന്ന് പറഞ്ഞ മാതിരിയ. ഒരു സലാം പോയി വിട്ടു, രണ്ടാമത്തെ പുറത്തുനിന്നാ വിട്ടുക. എന്നിട്ട് എന്തിനാ പുറത്തിറങ്ങി നോക്കാൻ അറിയില്ല. ഇത് പള്ളിയാണ്. പള്ളിയിൽ ഒരു സെക്കൻഡ് ഇരുന്നാൽ അത് പ്രതിഫലത്തിന്റെ ചക്രം ഇങ്ങനെ കറങ്ങാൻ. അതുകൊണ്ട് എത്ര സമയം ഇരിക്കാൻ പറ്റും, എത്ര നേരത്തെ പള്ളി എത്താൻ പറ്റും. സുന്നത്ത് നിസ്കരിക്കേണ്ട ഇവിടുന്ന വീട്ടിൽ നിന്നാ. എന്താ കൂലി? 25 ഇരട്ടിയാ. ഇതിനാ പള്ളിയിൽ പോണത് 27 ഇരട്ടി കൂലി കിട്ടാൻ. ഏത്? ഫർദ് നിസ്കാരം. ഈ ഫർദിന് റവാത്തീബ് എവിടുന്നാ നിസ്കരിക്കേണ്ടത്? അവരവന്റെ വീട്ടിൽ നിന്നാ. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും വീട്ടിൽക്കല്ലേ പോണത്. പക്ഷെ ഇവിടുന്ന് നിസ്കരിച്ചിട്ടേ പോകുള്ളൂ. എന്തായാലും ഇനിയിപ്പൊ വീട്ടിലെത്തിക്കാവൂല. മനസ്സിലായോ? നമ്മളാണ് അള്ളാന്റെ അടുത്തേക്ക് പോണത്. സുബീന്റെ സുന്നത്ത് എവിടെ നിസ്കരിക്കേണ്ടത്? വീട്ടിൽ നിന്ന്. പള്ളിയിലെത്തിയാലോ തഹിയ്യത്ത് നിസ്കരിക്കാം. 2 റക്അത്ത് അധികം കിട്ടി. എവിടേക്കാ ഉപകാരപ്പെടുക? ഖബറിൽ ഉപകാരപ്പെടും. അസ്സലാത്തു നൂറുൻ, ഖബറിലെ പ്രകാശം നമസ്കാരമാണ്. അതുകൊണ്ട് മാ ഗറക ബിറബ്ബിക്കൽ കരീം എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ആളുകളായി മാറാതിരിക്കാൻ ശ്രമിക്കുക. അല്ലാഹുവേ, അതിന് നീ ഞങ്ങളെ സഹായിക്കണേ.